ട്രംപിന്റെ സുപ്രധാനമായിട്ടുള്ള ആ പ്രഖ്യാപനത്തിന് ശേഷം എണ്ണ വില ഗണ്യമായി കുറയുന്നു എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തായാലും റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു സമാധാന കരാർ വേണമെന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷം എണ്ണ വിലയിൽ വലിയ രീതിയിലുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പറയാൻ പോകുന്നത്. ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപ് തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നത്. ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി താൻ സംസാരിക്കും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ സംസാരം, അതായത് ആ ചർച്ച യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് മറ്റൊരു രാജ്യത്ത് വെച്ചായിരിക്കും. അത് മിക്കവാറും സൗദി അറേബ്യയിൽ വെച്ചായിരിക്കും എന്നാണ് ട്രംപിന്റെ ഇപ്പോഴുള്ള അവകാശവാദം എന്ന് പറയുന്നത്. ഈ യോഗം സൗദി അറേബ്യയിൽ നടക്കും. അത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സാധ്യമായ സമാധാന കരാർ കാരണം ക്രൂഡ് ഓയിലിൽ വലിയ ഇടിവ് അല്ലെങ്കിൽ വില വലിയ രീതിയിൽ കുറയുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ താരിഫുകൾ ക്രൂഡ് ഓയിൽ വിലയെയും ബാധിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആഗോള ക്രൂഡ് ഓയിൽ ബെഞ്ച് മാർക്ക് ബ്രന്റ് വിലയിൽ ഇടിവ് തുടരുകയാണ് ഇപ്പോൾ എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ബാരലിന് 20 സെന്റ് അഥവാ 0.2% കുറഞ്ഞ് $74.59 ഇപ്പോൾ എത്തിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ. യുക്രൈൻ്റെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപും ശ്രമിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭരണകൂട ഉദ്യോഗസ്ഥരും റഷ്യയുമായി ചർച്ചകൾ ആരംഭിച്ചതിനു ശേഷം 4 സെഷനുകളായി ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 3.1% കുറഞ്ഞു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും അസംസ്കൃത എണ്ണയുടെ വില കുറയുന്നതിനെ കുറിച്ച് വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിലാണ്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം നിസാൻ സെക്യൂരിറ്റീസിന്റെ ഒരു യൂണിറ്റായ NS ട്രേഡിംഗിന്റെ പ്രസിഡന്റ് ഹിരോയുക്കി കിക്കുകാവ റഷ്യ യുക്രൈൻ വെടിനിർത്തലിന്റെയും റഷ്യക്കെതിരായ ഉപരോധങ്ങളുടെയും ഇളവ് വരുത്തുന്നതിന്റെയും സാധ്യതകളിൽ വിപണികൾ നിരാശരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപ് ഏർപ്പെടുത്തുന്ന താരിഫുകൾ കാരണം മാന്ദ്യത്തിനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കെന്ന് പറയുന്നത്. എന്തായാലും ഇത് ഇന്ത്യക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ അസംസ്കൃത എണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യകതകളിൽ 85% നിറവേറ്റുന്നതിന് ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയാണ് ഇന്ത്യ ആശ്രയിച്ചിരിക്കുന്നത്. 11 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ ആ വമ്പൻ അളവ്, ആ പൈസ എന്ന് പറയുന്നത്. ഇത് ഏതൊരു രാജ്യത്തെയും സമ്പന്നമാക്കാൻ കഴിയുന്നത്ര തരത്തിലുള്ള മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ വിതരണക്കാരാണ് റഷ്യ എന്ന് കഴിഞ്ഞാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന കരാറിൽ നിന്ന് ഇന്ത്യക്ക് വളരെയധികം നേട്ടമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എനർജി കാർഗോ ട്രാക്കിംഗ് സ്ഥാപനമായ വോട്ടെക്സിയുടെ കണക്കനുസരിച്ച് 2024 ഡിസംബറിൽ ഇന്ത്യയുടെ മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 31% റഷ്യയുടെ എണ്ണയായിരുന്നു. 2024 നവംബറിൽ ഇത് 36%, 2% വർദ്ധിച്ച് 36% മാറി. റഷ്യയുടെ എണ്ണയ്ക്ക് പോലുള്ള US ഉപരോധം കാരണം റഷ്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ ഇന്ത്യ ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങൾ നേരിടുകയാണ്. വാങ്ങിയ എണ്ണയുടെ പണമടക്കലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ റഷ്യയുടെ മേലുള്ള ഉപരോധങ്ങൾ പിൻവലിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരിക്കും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചാൽ ഏറ്റവും കൂടുതൽ ഈ കാര്യം ഗുണം ചെയ്യുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. കൂടാതെ ഇന്ത്യയുടെ വികസ്വര സമ്പദ് വ്യവസ്ഥ അസംസ്കൃത എണ്ണയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എണ്ണവിലയിലെ ഇടിവും ഉയർച്ചയും അതിനെ സാരമായി ബാധിക്കുന്നു. എന്തായാലും എണ്ണവില കൂടിയാൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം കൂടും, എണ്ണവില കുറഞ്ഞാൽ ഇന്ത്യയുടെ പണപ്പെരുപ്പം കുറയും. അപ്പോൾ എണ്ണവില കുറയുമ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം കുറയുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.